Hi students, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വരുന്നത്. എ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ്. നെഹ്റുവിൻ്റെ സ്പീച്ച്. നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണത്. നമുക്കൊന്ന് നോക്കാം. എ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് ഈസ് നെഹ്റുസ് എലഗൻറ്റ് സ്പീച്ച് ഓൺ ദ ഫ്ലോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഓൺ 2nd February 1948. 1948 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നെഹ്റു, അന്നത്തെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ നെഹ്റു നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് ഇത്. 3 days ആഫ്റ്റർ ദ അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി മരിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്പീച്ച് നടക്കുന്നത്. ജനുവരി 30 മഹാത്മാഗാന്ധി മരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ സ്പീച്ച് നടത്തുന്നു. ആ സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിയർ ഹി ലമെൻറ്റ്സ് ദ സാഡ് ആൻഡ് അൺനാച്ചുറൽ ഡിമൈസ് ഓഫ് ഗാന്ധി. ഇവിടെ അദ്ദേഹം അൺനാച്ചുറൽ ഡിമൈസ് ഓഫ് ഗാന്ധി, ഗാന്ധിജിയുടെ മരണത്തെ ഉള്ള വിഷമമാണ് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലൂടെ പറയുന്നത്. ആൻഡ് പേയ്സ് ട്രിബ്യൂട്ട് ടു ഹിസ് ഗ്രേറ്റ് ലീഡർ ആൻഡ് മെൻറ്റർ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് ലീഡർ, ഇന്ത്യയുടെ തന്നെ ലീഡറായിരുന്നല്ലോ മഹാത്മാഗാന്ധി, ഫാദർ ഓഫ് അവർ നേഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടു, അദ്ദേഹം മരിച്ചുപോയി. അതിലുള്ള വിഷമം, സാഡ്, ദുഃഖം, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഡിമൈസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നുള്ള മീനിങ് ആണ്. ദ സ്പീച്ച് റിഫ്ലെക്ട്സ് ദ ഗ്രേറ്റ് ഷോക്ക് ആൻഡ് ഗ്രീഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അറ്റ് ദ ലോസ് ഓഫ് ദെയർ ബിലവ്ഡ് ലീഡർ. ഈ സ്പീച്ചിലൂടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമുക്ക് അനുഭവപ്പെടുന്നത് ഇന്ത്യക്കാരുടെ തന്നെ ഒരു ലോസാണ്, ഇന്ത്യക്കാരുടെ തന്നെ ഗ്രീഫാണ്, ദുഃഖമാണ് നെഹ്റുവിൻ്റെ ഈ സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എ ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ് ബൈ ജവഹർലാൽ നെഹ്റു. നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. ഇറ്റ് ഈസ് കസ്റ്റമറി ഇൻ ദിസ് ഹൗസ് ടു പേ സം ട്രിബ്യൂട്ട് ടു എമിനൻറ്റ് ഡിപ്പാർട്ടഡ്. ഇറ്റ് ഈസ് കസ്റ്റമറി, ഇത് സാധാരണ നടക്കാറുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുക. ഇൻ ദിസ് ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ടു പേ സം ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. പേ സം ട്രിബ്യൂട്ട് ടു ദ എമിനൻറ്റ് ഡിപ്പാർട്ടഡ്. കഴിവുള്ള ആളുകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, അവർ വിടവാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചടങ്ങ് നടത്താറുണ്ട്. ഇങ്ങനെ അവരെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷൻസ് ഉണ്ടാവാറുണ്ട് എന്ന്. To say some words of praise and condolence. To say some words of praise. Words of praise എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലിൻ്റെ വാക്കുകൾ. Words of praise and condolence. Condolence എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഗ്രീഫ്, നമ്മുടെ ദുഃഖപ്രകടനത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. I am not quite sure in my own mind if it is exactly fitting for me or for any others of this house to say much on this occasion. I am not quite sure in my own mind. എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഉറപ്പില്ലെന്ന് പറഞ്ഞു. If it is exactly fitting for me, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമാണോ, or for any others of this house, അതല്ലെങ്കിൽ ഇവിടെ കൂടിയിട്ടുള്ള മറ്റുള്ള ഏതെങ്കിലും ആളുകൾക്ക് ഇത് അനുയോജ്യമാകുമോ എന്ന്. ഏത് എന്നത് ഇനി പറയാനിരിക്കുന്നു. ടു സേ മച്ച് ഓൺ ദിസ് ഒക്കേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ ഗാന്ധിജി മരിച്ചല്ലോ. ഗാന്ധിജി മരിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഗാന്ധിജിയെ പറ്റി കൂടുതൽ പറയാൻ എനിക്കല്ല, ഈ ഹൗസിലുള്ള ആർക്കും പറയാൻ, എനിക്ക് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള ആർക്കും പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന്. ഫോർ, അതിന് കാരണം ഐ ഹാവ് എ സെൻസ് ഓഫ് അട്ടർ ഷെയിം. അദ്ദേഹം പറയാം, ഐ ഹാവ് എ സെൻസ് ഓഫ് അട്ടർ ഷെയിം, എനിക്ക് അങ്ങേയറ്റത്തെ ലജ്ജയുണ്ട് എന്ന്.
നെഹ്റു പറയാം, നെഹ്റുവിന് അങ്ങേയറ്റത്തെ ലജ്ജയുണ്ട്. ബോത്ത് ആസ് ആൻ ഇൻഡിവിജ്വൽ, കാരണം അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലക്കും, ഇന്ത്യയിലെ ഒരു വ്യക്തി എന്ന നിലക്കും, ആൻഡ് ആസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെഡ് എന്ന നിലക്കും അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ വിഷമം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം എന്താ? ദാറ്റ് വി ഷുഡ് ഹാവ് ഫെയിൽഡ് ടു പ്രൊട്ടക്റ്റ് ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ ദാറ്റ് വി പൊസസ്ഡ്. നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുള്ള ആ ഗ്രേറ്റസ്റ്റ് ട്രഷർ ഗാന്ധിജിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് എന്ന് പറയാം. രണ്ട് രൂപത്തിൽ വിഷമമുണ്ട് എന്ന് നെഹ്റു പറയാം. ഒന്ന് ഈ ഇന്ത്യയിലെ ഇൻഡിവിജ്വൽ എന്ന നിലക്ക്, മറ്റൊന്ന് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ആ നിലക്കും എനിക്ക് വിഷമം ഉണ്ട് എന്ന് അദ്ദേഹം പറയാം. സെക്കൻഡ് പാരഗ്രാഫ്. ഇറ്റ് ഈസ് അവർ ഫെയിലിയർ, ഇത് നമ്മുടെ പരാജയമാണ്. ആസ് ഇറ്റ് ഹാസ് ബീൻ അവർ ഫെയിലിയർ ഇൻ ദ പാസ്റ്റ് മെനി മന്ത്സ്, കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിൽ നമുക്കുണ്ടായ പരാജയത്തെ പോലെ തന്നെ ഉള്ളൊരു പരാജയമാണ് ഇതും. ഏതായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായ പരാജയം? ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു മെനി ആൻഡ് ഇന്നസെൻറ്റ് മാൻ, വിമൺ ആൻഡ് ചൈൽഡ്, ഒരുപാട് കുട്ടികൾക്കും സ്ത്രീകൾക്കും അതേപോലെ തന്നെ പുരുഷന്മാർക്കും ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയില്ല നമുക്ക്. അതുപോലെ തന്നെ ഒരു ഫെയിലിയറാണ് ഇതും എന്ന്. ഇറ്റ് മേ ബി ദാറ്റ് the burden and the task was too great for us or for any government. ഈ ടാസ്ക് എന്ന് പറയുന്നത്, ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്, ഗ്രേറ്റ് ടാസ്ക്കാണ്. ഫോർ അസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന്, ഓർ അല്ലെങ്കിൽ ഫോർ എനി ഗവൺമെൻറ്, ഏതൊരു ഗവൺമെൻറ്റിനും ഇതൊരു ഗ്രേറ്റ് ടാസ്ക് ആയിരിക്കും എന്ന്. നെവർത്തിലെസ്, എന്നാലും എന്നിരുന്നാലും, ഇറ്റ് ഈസ് ഫെയിലിയർ, ഇതൊരു പരാജയം തന്നെയാണ്. ആൻഡ് ടുഡേ ദ ഫാക്ട് ദാറ്റ് ദിസ് മൈറ്റി പേഴ്സൺ, എന്നിട്ട് അദ്ദേഹം പറയാം, ഇന്ന് സത്യമെന്ന് പറഞ്ഞ ഈ മൈറ്റി പേഴ്സൺ, മൈറ്റി എന്ന് പറഞ്ഞാൽ ശക്തവാനായിട്ടുള്ള ഈ വ്യക്തി, ഗാന്ധിജിയെയാണ് ഉദ്ദേശിച്ചത്. ഹും വി ഹോണേഡ് ആൻഡ് ലവ്ഡ് ബിയോണ്ട് മെഷർ, ആരെയാണോ നമ്മൾ അളവിൽ കൂടുതൽ സ്നേഹിക്കുന്നത്, ഗാന്ധിജി, ആ ഗാന്ധിജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഹാസ് ഗോൺ, അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുകയാണ്, ആ ഒരു വ്യക്തി മരിച്ചുപോയി. ബിക്കോസ്, അതിന് കാരണം, വി കുഡ് നോട്ട് ഗീവ് ഹിം അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ, നമുക്ക് അദ്ദേഹത്തിന് വേണ്ട അത്ര, അഡിക്വേറ്റ് വേണ്ട അത്ര പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റിയില്ല നമുക്ക്. ഈസ് എ ഷെയിം ഫോർ ആൾ ഓഫ് അസ്, ഇത് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു ലജ്ജയാണ്, ഒരു ഷെയിമാണ്, ഒരു നാണക്കേടാണ് അത്. ഇറ്റ് ഈസ് എ ഷെയിം ടു മീ ആസ് ആൻ ഇന്ത്യൻ, എന്നിട്ട് അദ്ദേഹം പറയാം, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ലജ്ജയുണ്ട്. ദാറ്റ്, എന്തെന്നാൽ, ആൻ ഇന്ത്യൻ ഷുഡ് ഹാവ് റൈസ്ഡ് ഹിസ് ഹാൻഡ് എഗെയിൻസ്റ്റ് ഹിം, ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ ഗാന്ധിജിക്കെതിരെ ഉയർത്തിയത്. അപ്പോൾ ഗാന്ധിജിയെ കൊന്ന വ്യക്തി ഇന്ത്യക്കാരനാണ്. നമുക്കറിയാം, നാഥുറാം വിനായക് ഗോഡ്സെയാണല്ലോ ഗാന്ധിജിയെ കൊന്നത്. ആ ഗോഡ്സെ ഒരു ഇന്ത്യക്കാരനാണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ ഷെയിം ടു മീ ആസ് എ ഹിന്ദു, ഒരു ഹിന്ദു എന്ന നിലക്കും എനിക്ക് ലജ്ജയുണ്ട്. ദാറ്റ് എ ഹിന്ദു ഷുഡ് ഹാവ് ഡൺ ദിസ് ഡീഡ്, ഈ ഡീഡ്, ഈ പ്രവൃത്തി ചെയ്തത് ഒരു ഹിന്ദുവാണ്. അതുകൊണ്ട് നെഹ്റുവും ഹിന്ദുവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു എന്ന നിലക്കും എനിക്ക് ഇതിൽ ഷെയിമുണ്ട്, ലജ്ജയുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. ആൻഡ് ഡൺ ഇറ്റ്, അത് മാത്രമല്ല, ഇത് ചെയ്തത് ആരോടാണ്? ടു ദ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഓഫ് ദ ഡേ, അന്നത്തെ ഏറ്റവും വലിയ ഇന്ത്യക്കാരനോട്, എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയോട്. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഹിന്ദു ഓഫ് ദ ഏജ്, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ആയിരുന്നു ഗാന്ധിജി. ആ ഗാന്ധിജിയോട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെയ്ത വ്യക്തി അതും ഹിന്ദു തന്നെ, ഗോഡ്സെ തന്നെ. മൂന്നാമത്തെ പാരഗ്രാഫ്. വി പ്രൈസ് പീപ്പിൾ ഇൻ വെൽ ചോസൺ വേർഡ്സ്, നമ്മൾ ജനങ്ങളെ നല്ല രൂപത്തിൽ, വി പ്രൈസ് പീപ്പിൾ ഇൻ വെൽ ചോസൺ വേർഡ്സ്, നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളെ പ്രൈസ് ചെയ്യാറുണ്ട്.
ആൻഡ് വി ഹാവ് സം കൈൻഡ് ഓഫ് മെഷർ ഫോർ ഗ്രേറ്റ്നെസ്. ആളുകളുടെ ഗ്രേറ്റ്നെസ് അളക്കാനും നമുക്ക് ചില മെഷേഴ്സൊക്കെ ഉണ്ട്. ഹൗ ഷാൾ വി പ്രൈസ് ഹിം? ഹിം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി. നമുക്ക് എങ്ങനെ ഗാന്ധിജിയെ പ്രൈസ് ചെയ്യാൻ പറ്റും? ആൻഡ് ഹൗ ഷാൾ വി മെഷർ ഹിം? നമ്മളെങ്ങനെ ഗാന്ധിജിയെ മെഷർ ചെയ്യും? കാരണം ബിക്കോസ് ഹി വാസ് നോട്ട് ഓഫ് ദ കോമൺ ക്ലേ. കാരണം അദ്ദേഹം എന്തല്ല? ഹി വാസ് നോട്ട് ഓഫ് ദ കോമൺ ക്ലേ. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ല. കോമൺ ക്ലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ എന്നുള്ള മീനിങ്ങാണ്. നോട്ട് ഓഫ് എ കോമൺ ക്ലേ എന്ന് പറഞ്ഞാൽ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. മനുഷ്യരെയൊക്കെ സാധാരണ പറയുന്നത് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതാണ്. പക്ഷെ ഗാന്ധിജി അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു ഹയർ പൊസിഷൻ, സാധാരണ ആളുകളിൽ നിന്നൊരു ഹയർ പൊസിഷൻ അദ്ദേഹത്തിന് ഇവർ കൊടുക്കുന്നു, ഇന്ത്യക്കാർ കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ കോമൺ ക്ലേ കൊണ്ട് ആരൊക്കെ ഉണ്ടാക്കി എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ആൾ ഓഫ് അസ് ആർ മെയ്ഡ്. നമ്മളൊക്കെ ഉണ്ടാക്കപ്പെട്ടത് ഏതിൽ നിന്നാണ്? കോമൺ ക്ലേയിൽ നിന്നാണ്, സാധാരണ കളിമണ്ണിൽ നിന്ന്. പക്ഷെ ഗാന്ധിജി അങ്ങനെയല്ല എന്ന് ഇദ്ദേഹം പറയാം. ഹീ കെയിം, ഗാന്ധിജി വന്നു. ലിവ്ഡ്, ജീവിച്ചു. എ ഫെയർലി ലോങ് സ്പാൻ ഓഫ് ലൈഫ്, ഒരു വലിയ അളവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ തോതിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ആൻഡ് ഹാസ് പാസ്ഡ് അവേ, അങ്ങനെ ഇവിടെ തന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. നോ വേർഡ്സ് ഓഫ് പ്രൈസ് ഓഫ് അവേഴ്സ് ഇൻ ദിസ് ഹൗസ് ആർ നീഡഡ്. അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു ഹൗസിലെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രൈസും അദ്ദേഹത്തിന് കിട്ടേണ്ട ആവശ്യം ഇല്ല. കാരണം ഫോർ ഹി ഹാസ് ഗ്രേറ്റർ പ്രൈസ് ഇൻ ഹിസ് ലൈഫ് ദാൻ എനി ലിവിങ് മാൻ ഇൻ ഹിസ്റ്ററി. ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഗ്രേറ്റർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻ ഹിസ് ലൈഫ് ടൈം, ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ. ദാൻ എനി ലിവിങ് മാൻ ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഒരു വ്യക്തിക്കും കിട്ടാത്ത അത്രയും പ്രൈസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന്. 4ാമത്തെ പാരഗ്രാഫ്. ആൻഡ് ഡ്യൂറിങ് ദീസ് 2 or 3 days സിൻസ് ഹിസ് ഡെത്ത് ഹാസ് ഹാഡ് ദ ഹോമേജ് ഓഫ് ദ വേൾഡ്. അദ്ദേഹം മരിച്ച് 3 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോഴേക്കും തന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് റെസ്പെക്റ്റ്, ഹോമേജ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് എന്നാണ്, റെസ്പെക്റ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതുമാത്രമല്ല, ദാറ്റ് വാട്ട് ക്യാൻ വി ആഡ് ടു ദാറ്റ്, ഇനി നമുക്ക് അതിലേക്ക് എന്ത് കൂട്ടിച്ചേർക്കാൻ പറ്റും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമുക്ക് നോക്കേണ്ടത് എന്ന് ഇദ്ദേഹം പറയും. നമുക്കെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഹൗ ക്യാൻ വി പ്രൈസ് ഹിം, നമുക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് പ്രൈസ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഹൗ ക്യാൻ വി പ്രൈസ് ഹിം, ഹൗ ക്യാൻ ഹു ഹാവ് ബീൻ ചിൽഡ്രൻ ഓഫ് ഹിസ്. കാരണം നമ്മൾ ആരാണ്? ഗാന്ധിജിയുടെ തന്നെ മക്കളാണ്, ഗാന്ധിജിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ എങ്ങനെ പ്രൈസ് ചെയ്യാൻ പറ്റും? അല്ലേ, നമുക്ക് പ്രൈസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് പുകഴ്ത്തി പറഞ്ഞാൽ മതിയാവില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പെർഹാപ്സ്, ഒരു പക്ഷേ മോർ ഇൻറ്റിമേറ്റ്ലി ഹിസ് ചിൽഡ്രൻ ദാൻ ദ ചിൽഡ്രൻ ഓഫ് ഹിസ് ബോഡി. കണ്ടോ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് മോർ ഇൻറ്റിമേറ്റ്ലി ഹിസ് ചിൽഡ്രൻ ദാൻ ദ ചിൽഡ്രൻ ഓഫ് ഹിസ് ബോഡി, ദാൻ ദ ചിൽഡ്രൻ ഓഫ് ഹിസ് ബോഡി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ. ആ സ്വന്തം മക്കളെക്കാട്ടിലും അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഇൻറ്റിമേഷൻ നമ്മളോടാണ് അദ്ദേഹത്തിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഒരുപാട് പ്രയത്നിച്ചതൊക്കെ എന്ന്. ഫോർ ബിക്കോസ് we have all been in some greater or small measure the children of his spirit. കണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ്, ആവേശം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, അത് കേട്ട് വളർന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റിലുണ്ടായ മക്കളാണ് നമ്മൾ. അൺവർത്തി ആസ് വി വേർ. കണ്ടോ, നമ്മളെത്ര അൺവർത്തി ആണെങ്കിലും, മൂല്യമില്ലാത്തവരാണെങ്കിലും, ഗാന്ധിജിയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മൂല്യമില്ലാത്തവരാണ്. എന്നാൽ പോലും നമ്മൾ
അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് ഗാന്ധിജിയെ പുകഴ്ത്തി പറയുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അച്ഛനെ പുകഴ്ത്തി പറയുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ നമുക്ക് കഴിയില്ല എന്നതാണ് ജവഹർലാൽ നെഹ്റു ഇതിലൂടെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഈ ഒരു ഭാഗം, ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്തോടു കൂടെ നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെക്ഷനിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ എടുക്കാം. നമ്മളെടുത്ത ഈ ഭാഗത്തു നിന്ന് ഒരു ഷോർട്ട് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ: we have failed to protect dash. Whom does Nehru refers to here? 4 ഓപ്ഷൻ ഉണ്ട്. A. Indian people, B. Hindus, C. Gandhiji, D. Godse. C. ഗാന്ധിജിയാണ് കറക്റ്റ് ആൻസർ. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ആരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്നതാണ്, ആരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം. നിങ്ങളുടെ ടെക്സ്റ്റിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം കാണാം. അതിൽ ആ ടെക്സ്റ്റിലുള്ള ചോദ്യത്തിൽ ആൻസറായിട്ട് വരുന്നത് ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ ദാറ്റ് വി പൊസസ്ഡ് എന്നതാണ് ആൻസർ. എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ ദാറ്റ് വി പൊസസ്ഡ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ: വൈ ഈസ് ഇറ്റ് ദാറ്റ് വി കനോട്ട് പ്രൈസ് ആൻഡ് മെഷർ ഗാന്ധിജി? എന്തുകൊണ്ടാണ് നമുക്ക് ഗാന്ധിജിയെ മെഷർ ചെയ്യാനും പ്രൈസ് ചെയ്യാനും പറ്റാത്തത്? നമുക്ക് ഗാന്ധിജിയെ പ്രൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ആൻസറാണ് വി കനോട്ട് പ്രൈസ് ആൻഡ് മെഷർ ഗാന്ധിജി. നമുക്ക് ഗാന്ധിജിയെ മെഷർ ചെയ്യാനും പ്രൈസ് ചെയ്യാനും പുകഴ്ത്തി പറയാനൊന്നും കഴിയില്ല. ബിക്കോസ് അതിന് കാരണം വൈൽ ഹീ ലിവ്ഡ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ he had been praised more than anyone else. മറ്റെല്ലാവരെക്കാട്ടിലും കൂടുതൽ പ്രൈസ് ഗാന്ധിജിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ നമ്മൾ പ്രൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ആൻഡ് ഓൾസോ ഹി വാസ് നോട്ട് മെയ്ഡ് ഓഫ് ദ കോമൺ ക്ലേ. സാധാരണ കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട വ്യക്തിയല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നൊക്കെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധിജി. അദ്ദേഹത്തെ നമ്മൾ പ്രൈസ് ചെയ്യേണ്ടുന്ന ആവശ്യമൊന്നും ഇല്ല എന്ന്. ഇത്രയും ഭാഗമാണ്, ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇവിടെ കവർ ചെയ്തത്. അടുത്ത ഭാഗം, സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.